ഗുരുവായിരുന്നാൽ ഗുരുവിനെ ആസ്വദിക്കാൻ കിട്ടുന്ന സംവിധാനങ്ങൾക്ക്, ഭൗതിക സാഹചര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നേതാവാകുമ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ ഒഴുകിയെത്തും. പവറിനൊരു ലഹരിയുണ്ട്. ഐ ലവ് പവർ. അല്ലെങ്കിൽ പിന്നെ അവരിത് ഡിക്ലെയർ ചെയ്യാൻ നിൽക്കണം. ഒരു ഗുരു പറയാണ്, ഞാൻ പവറിനെ സ്നേഹിക്കുന്ന ഒരാളാണ്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് വെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമാണ്. ഐ ലവ് മണി, പവർ ആൻഡ് സെക്സ്. അറ്റ് ദ സെയിം ടൈം ഐ എം എൻലൈറ്റൻഡ്. താങ്കൾക്ക് മുന്നിലേക്ക് വന്ന പെൺകുട്ടികളുടെ കഥ പറയുമ്പോൾ നിർബന്ധിച്ചിട്ടാണോ അവരെ യൂസ് ചെയ്തിട്ടുള്ളത്? ആ പെൺകുട്ടികളുടെ ഉള്ളിലും ചില ടെൻഡൻസികളൊക്കെ ഉണ്ട്. ഇപ്പം രണ്ട് കൈയടിക്കേണ്ട സ്വരം ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, സെക്സും ഇതായിട്ടൊന്നൊരു ബന്ധമില്ല. രണ്ടാമത്തെ കാര്യം, ആത്മസത്വത്തെ തേടിയുള്ള മഹാവീരൻ്റെ യാത്ര, ബുദ്ധൻ്റെ യാത്ര, ആ പാതയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് ഏത് വഴിയാണെങ്കിലും ഒറ്റയ്ക്കുള്ള യാത്രയാണെന്ന് മനസ്സിലായി. സ്പിരിച്വാലിറ്റി ഈസ് എലോൺ. അങ്ങയുടെ ആത്മീയ രീതികളെ മാറ്റിവെച്ചൊരു സാധാരണ മനുഷ്യനെ പോലും ചിന്തിച്ചാൽ അവൻ വില്ലനായില്ലേ ആ കുടുംബത്തിലെ? വില്ലനും ഹീറോയ്ക്ക് നിശ്ചയിക്കുന്ന സൊസൈറ്റി അല്ലേ? പക്ഷെ അവൻ്റെ ആത്മനിർവൃതിയെ എന്തുകൊണ്ട് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നില്ല? അങ്ങനെ ഒരു ലോകം ചിന്തിക്കാൻ പോലും പറ്റുമോ? ആ ലോകം ഇതിൻ്റെ ഉള്ളിലാണല്ലോ. എന്തിനാണ് അനാവശ്യമായിട്ട് കുറേ ഗുരുക്കന്മാരുടെ കാലും തൊട്ട് വന്നിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട് ജീവിക്കേണ്ട കാര്യം? ഇപ്പം തന്ത്ര എന്ന് പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ താന്ത്രിക് സീക്രട്സ് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് എന്തെല്ലാം ക്രൈംസുകളാണ് നടക്കുന്നത്. അറ്റാച്ച്മെൻറ്റിൻ്റെ ആവശ്യമില്ല ലൈഫിൽ. അറ്റാച്ച്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ചുള്ള ചർച്ചയും ഇല്ല. സോ ഐ എം ഡിനൈയിങ് ബോത്ത് അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. ബി ഫ്രീ. Be free means you will understand the language of the existence. It's very beautiful. It is unpredictable. It is ecstatic. അങ്ങനെ ഒരു ലോകം ചിന്തിക്കാൻ പോലും പറ്റുമോ? ആ ലോകം ഇതിൻ്റെ ഉള്ളിലാണല്ലോ. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് ഭക്ഷണം കഴിക്കണം. ഞാനൊരു മാവിൽ നിന്നൊരു മാങ്ങ പൊട്ടിച്ചു. ആ മാവ് എൻ്റെ അല്ല, ഒന്നെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ. അപ്പോൾ എനിക്ക് ജോലി ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ എനിക്കൊരു മാങ്ങ പോയി മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സോഷ്യൽ ലൈഫ് വേണം. പക്ഷെ ഞാൻ പറയുന്നത്, ഈ സോഷ്യൽ ലൈഫ് ജീവിക്കുമ്പോൾ ആ സോഷ്യൽ ലൈഫിൻ്റെ അറ്റാച്ച്മെൻറ്റ് പാറ്റേണുകളിൽ പോവാതെ സ്വന്തമായിട്ട് ഉള്ളിൽ നിന്ന് സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്തുകൊണ്ട് ആത്മസത്വത്തിലെ സ്വാതന്ത്ര്യം മനസ്സിലാക്കിക്കൊണ്ട് സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കാനാണ് പറയുന്നത്. എന്തിനാണ് അനാവശ്യമായിട്ട് കുറേ ഗുരുക്കന്മാരുടെ കാലും തൊട്ട് വന്നിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട് ജീവിക്കേണ്ട കാര്യം? യഥാർത്ഥ ഗുരു ഒരു പോയറ്റാണ്. അയാളുടെ പോയട്രികൾ അയാൾ നല്ല രസകരമായൊരു ടീച്ചർ എന്ന നിലയിൽ പറഞ്ഞു തരും. ആ പോയട്രികളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എൻലൈറ്റൻമെൻറ്റിനെ തിരിച്ചറിയുന്ന നിമിഷം ആ ഗുരുവിൻ്റെ ആ ദൗത്യം അവിടെ പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ തന്ത്ര എന്ന് പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ താന്ത്രിക് സീക്രട്സ് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് എന്തെല്ലാം ക്രൈംസുകളാണ് നടക്കുന്നത്. ഒരു കാര്യം പൊതുജനം മനസ്സിലാക്കേണ്ടത്, തന്ത്രയും സെക്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. തന്ത്ര മീൻസ് ലിബറേഷൻ ത്രൂ എക്സ്പാൻഷൻ, നോട്ട് ത്രൂ സെക്സ് ആൻഡ് ഓൾ. ഞാൻ നോക്കുമ്പോൾ സെക്സ്, മണി, ഇത് രണ്ടിനെ അനുബന്ധപ്പെടുത്തിയാണ് ഈ എല്ലാ ക്രിയേഷനും ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ്, അറ്റാച്ച്മെൻറ്റ് ഒരു ഗുരുതരമായിട്ടുള്ളൊരു പ്രാക്ടീസാണ്. അതൊരിക്കലും ആരോടും പാടില്ല. ജനിപ്പിച്ചു, അമ്മ ജനിപ്പിച്ചു, ഫൈൻ എന്ന് വിചാരിച്ച് അമ്മയെ വെറുക്കണം എന്നല്ല പറയണം. വൈ ഡു യു വാണ്ട് എൻ അറ്റാച്ച്മെൻറ്റ് വിത്ത് ഹെർ? അതിൻ്റെ ആവശ്യമില്ല. സമൂഹത്തിനോട് വേണ്ട ഒരു അറ്റാച്ച്മെൻറ്റ്. എന്തിനാണ് അറ്റാച്ച്മെൻറ്റ്? ഒരു ഡ്യൂട്ടി, ദാറ്റ്സ് ഓൾ. റീപ്ലേസ് ഇറ്റ് വിത്ത് ഡ്യൂട്ടി. ഒരു സിറ്റിസൺ എന്ന നിലയിൽ ഡ്യൂട്ടി ചെയ്യണം. ആ ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഡ്യൂട്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൊസൈറ്റിയിലെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുക, എത്രയുള്ളൂ ഡ്യൂട്ടി. ആ സൊസൈറ്റീനെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നമ്മളൊരു സമയം കണ്ടെത്തുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ടൈം, എനർജി, മണി വൈസ്. അപ്പോൾ അത് ഇമ്പ്രൂവ്ഡായി. ഈ രണ്ട് ഡ്യൂട്ടികൾ ഒഴിച്ച് ഒരു ഡ്യൂട്ടിയും സൊസൈറ്റിയോടുള്ള എന്ത് ഡ്യൂട്ടിയുള്ളത്? എന്താണ് സൊസൈറ്റി? സൊസൈറ്റി ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്, എ ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ ഞാൻ ഫോളോ ചെയ്യുന്ന ഡിക്ലെയർ ചെയ്യുന്നവൻ പാട്രിയോട്ടായി. ആ ഡിസിപ്ലിൻ ഞാൻ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു സിറ്റിസനായി. ആ റെസ്പോൺസിബിലിറ്റി ആസ് എ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യുക എന്നല്ലാതെ എന്താണ് സമൂഹത്തിനോട് ഇത്ര വലിയ സ്നേഹിക്കാൻ മാത്രമുള്ളത്? വാട്ട് ഡിഡ് സൊസൈറ്റി ഗേവ് യു? ഒരു ബാധ്യതയില്ലേ? എന്താണ് ഞാൻ ഇങ്ങനെ ജീവിക്കണം? പക്ഷെ സൊസൈറ്റി ഒന്നും നമുക്ക് തന്നിട്ടില്ലല്ലോ. നമ്മളിപ്പോഴും സ്ട്രഗിൾ ചെയ്യല്ലേ. സൊസൈറ്റി എന്താ തന്നിട്ടുള്ളത് നമുക്ക്? ഒരു ഫാമിലി എന്ന സിസ്റ്റം തന്നു. എത്ര പേര് ഫാമിലിയിൽ ഹാപ്പിയാണ്? 80%. ഹൗ കുഡ് യു സേ ദാറ്റ്? രണ്ട് ഹ്യൂമൻ ബീയിങ്സ്, രണ്ട് ഡിഫറെൻറ്റ് ഡയമെൻഷനിലുള്ള ഹ്യൂമൻ ബീയിങ്സ്
ഒരു മേൽക്കൂരയ്ക്കടിയിൽ ഒരുമിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് അറ്റാച്ച്മെൻറ്റ്, ഇൻ ദ നെയിം ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ആ കഷ്ടപ്പാടുകൾക്കിടയിലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ആയിക്കോട്ടെ, ഈ കഷ്ടപ്പാടുകളൊന്നും പെടാതെ ആ സന്തോഷം കണ്ടെത്താൻ കഴിയും. അവർക്ക് ആ ലോകമാണ് ഇഷ്ടമെങ്കിൽ, ആ ലോകമാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ ദേ ക്യാൻ ഫോളോ ഇറ്റ്, നോ പ്രോബ്ലം. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അല്ല അതാ ലോജിക്കലി നോട്ട് റൈറ്റ്. അവരുടെ കാഴ്ചപ്പാടിൽ അത് കറക്റ്റാണ്, നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. ലോജിക്കലി റൈറ്റ് അല്ല. കാരണം ഇഫ് യു ഹിപ്നോട്ടൈസ് ഓൾ ദീസ് പീപ്പിൾ, അവർ ആ ഫ്രിക്ഷനിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഈ നമ്മൾ ഈ ഗുരുക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഗുരുക്കന്മാരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യൻ്റെയും മാനസികവും ശാരീരികവുമായ അവസ്ഥകൾ ഒരുപോലെ ആകണമെന്നില്ല. ഇപ്പം അങ്ങയുടെ മാനസികാവസ്ഥ ആവില്ല, എൻ്റെതാകില്ല ഈ ഇരിക്കുന്ന മറ്റാരുടെയും. അപ്പോൾ ചിലർക്ക് ആ വഴിയിലേക്ക് എത്തണമെങ്കിൽ ഒരാളുടെ കൈ പിടിക്കണം, അല്ലെങ്കിൽ ഒരു ഷോൾഡർ വേണം എന്ന തോന്നലുണ്ടാകുന്നവർക്ക് അത്തരം കൈ പിടിക്കാനും ഒന്ന് ചരിയാനും ഒന്ന് ചായാനും ഒരു ഗുരുവര്യന് ആവശ്യമില്ലേ? ചെരിയാനും ചായാനും ഒക്കെ എന്തിനാണ് ഗുരു? അല്ല, ആ ഗുരുവിനെ കൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നെങ്കിൽ അവർക്കൊരു ഗുരുവിന് ഒരു മാറ്റവും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ കഴിയില്ല. ഗുരുവിന് മാർഗദർശനം നൽകാൻ കഴിയും. അതും ആ ഗുരു എന്ന് പറയുന്ന വ്യക്തി സഞ്ചരിച്ച വഴിയെ കാണിച്ചു തരാമെന്നല്ലാതെ പുതിയതൊന്നിനും അദ്ദേഹത്തിന് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പോൾ ഗുരുവിൽ അഭയം പ്രാപിക്കുക എന്നുദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സൊസൈറ്റിയുടെ ഇമോഷണൽ സിസ്റ്റം കൊണ്ട് കീറി മുറിയപ്പെട്ട ഒരു മനസ്സിന് അഭയം പ്രാപിക്കുമ്പോൾ ഒരു മീനിങ് കിട്ടുമെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട്. അത് ശരിയല്ല എന്നാണ് എൻ്റെ വാദം. അപ്പോൾ ഗുരുക്കന്മാർ വേണം. ആ ഗുരുവിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഗുരു ഷുഡ് ബി എ ഋഷി ഓഫ് എൻലൈറ്റൻമെൻറ്റ്. എൻലൈറ്റൻമെൻറ്റ് അല്ലാതെ എന്താണ് ആൾക്ക് ഓഫർ ചെയ്യാനുള്ളത്? വൺസ് യു ആർ എൻലൈറ്റൻഡ്, ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ് എവറിത്തിങ് ഈസ് ക്ലിയർ. ഇതാണല്ലോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗുരുവിൻ്റെ മാർഗം. നമ്മൾ ബോധോദയം അനുഭവിക്കുന്ന നിമിഷം തൊട്ട് നമ്മുടെ കണ്ണിലൂടെ നോക്കുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. പിന്നൊരു മാർഗദർശിയുടെ ആവശ്യമില്ല. അപ്പോൾ ഋഷിയായിരിക്കേണ്ട ഒരു ഗുരു നേതാവാവുന്ന ആ സ്റ്റേറ്റിനെയാണ് ഞാൻ വിമർശിച്ചത്. എന്തിനാണ് നേതാവാവേണ്ട കാര്യം? ഗുരു ഷുഡ് നോട്ട് ബി എ ലീഡർ. ഗുരു ഷുഡ് ബി ലൈക്ക് എ പോയറ്റ്, ദ പോയറ്റ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. ഗുരുവായിരുന്നാൽ ഗുരുവിനെ ആസ്വദിക്കാൻ കിട്ടുന്ന സംവിധാനങ്ങൾക്ക്, ഭൗതിക സാഹചര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നേതാവാകുമ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ ഒഴുകിയെത്തും. പവറിനൊരു ലഹരിയുണ്ട്. ഐ ലവ് പവർ. അല്ലെങ്കിൽ പിന്നെ അവരിത് ഡിക്ലെയർ ചെയ്യാൻ നിൽക്കണം. ഇപ്പോൾ ഒരു ഗുരു പറയാണ്, ഞാൻ പവറിനെ സ്നേഹിക്കുന്ന ഒരാളാണ്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് വെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമാണ്, ഐ ലവ് മണി, പവർ ആൻഡ് സെക്സ്, അറ്റ് ദ സെയിം ടൈം ഐ എം എൻലൈറ്റൻഡ് എന്ന് പറയുന്ന ഒരു ഗുരു ആണെങ്കിൽ ഐ വിൽ ആക്സെപ്റ്റ്. അങ്ങനെ പറഞ്ഞ പൊതുസമൂഹം അവനോട് പറയും ഇവൻ മോശക്കാരനാണ്, പക്ഷെ അവനോടൊപ്പവും അവനെ പിന്തുടരാനും ആളുണ്ടാകും എന്നുള്ളത് മറ്റൊരു സത്യം. അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ മൂവ്മെൻ്റ് ആണ് ശരിക്കൊരു ഗുരു മൂവ്മെൻറ്റ്. ഇഫ് ഹി ഈസ് ഹോണസ്റ്റ് ഇനഫ് ഹി ഹാസ് ടു സേ ഇറ്റ്. ഇവിടെ ഞാൻ കണ്ട എത്രയോ പേര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു പെൺകുട്ടികളൊക്കെ. ഞാൻ ഇപ്പം മാധ്യമരംഗത്തുള്ളതുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് സമീപിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് തന്നെ അറിയില്ല എന്തിനാണ് അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളത്. ഒരു ആശ്രമങ്ങൾക്കും ഇവിടെ സ്ഥാനമില്ല. കാരണം ഒരു ആശ്രമം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് അവൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തകളിലൂടെ സഞ്ചരിച്ച ആത്മനിർവൃതി അണയാനുള്ള ഒരു അവസരമാണ് നഷ്ടം. ആ ശ്രമം മീൻസ് ദ അൾട്ടിമേറ്റ് റിലാക്സേഷൻ, ശ്രമമില്ലാത്ത അവസ്ഥ. താങ്കൾക്ക് മുന്നിലേക്ക് വന്ന പെൺകുട്ടികളുടെ കഥ പറയുമ്പോൾ നിർബന്ധിച്ചിട്ടാണോ അവരെ യൂസ് ചെയ്തിട്ടുള്ളത്? ആ പെൺകുട്ടികളുടെ ഉള്ളിലും ചില ടെൻഡൻസികളൊക്കെ ഉണ്ട്. ഇപ്പം രണ്ട് കൈ അടിക്കേണ്ട സ്വരം ഉണ്ടാവില്ലല്ലോ. അവിടെയാണ് ഈ ആത്മീയ പാതയിൽ ചരിക്കുന്ന പലരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സെക്ഷുവലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇതിൽ പോയി പെടുന്നുണ്ട്. പക്ഷെ അവരതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കോട്ട് കൊണ്ട് കവർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോഴും അതിൻ്റെ ഉള്ളിലെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം സെക്സും ഇതായിട്ടൊന്നൊരു ബന്ധമില്ല. രണ്ടാമത്തെ കാര്യം ആത്മസത്വത്തെ തേടിയുള്ള മഹാവീരൻ്റെ യാത്ര, ബുദ്ധൻ്റെ യാത്ര, ആ പാതയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് ഏത് വഴിയാണെങ്കിലും ഒറ്റയ്ക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കി. സ്പിരിച്വാലിറ്റി ഈസ് എലോൺ. അത് കൂട്ടമായി സഞ്ചരിക്കേണ്ട ഒരു കാര്യമല്ല. ആ ഒറ്റയ്ക്ക് എന്ന് പറയുന്നതിൽ ഒരു കുടുംബസ്ഥനായ ഒരാളാണ് തനിക്കൊരു സ്പിരിച്വൽ പാതയിൽ സഞ്ചരിക്കണമെന്നൊരു ഉൾവിളി ഉണ്ടായി ആ മാർഗത്തിൽ പോകുമ്പോൾ കുടുംബത്തെ ചേർത്ത് പിടിച്ചു പോവുകയാണ്. കുടുംബത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോകണം. എന്തിനാണ് കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടത്?
കുടുംബത്തെ വലിച്ചെറിഞ്ഞു പോകണം. അപ്പോൾ അവൻ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടീസ്, ഡ്യൂട്ടീസ് കമ്മിറ്റ്മെന്റ്സിനെ മാറ്റി നിർത്തും. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അല്ല, സൊസൈറ്റി തന്ന ഡ്യൂട്ടികളാണ്. ഭാര്യ അതിനേറ്റവും വലിയ ഡ്യൂട്ടിയാണല്ലോ എൻലൈറ്റൻമെൻറ്റ്. ഭാര്യയേക്കാൾ വലുതല്ലേ? അപ്പോൾ ഭാര്യയെ മാറ്റി ഭാര്യയോട് പറയുക, ഞാനൊരു യാത്ര പോവാണ്, നീ അത് മനസ്സിലാക്കണം. യു ഹാവ് ടു സർവൈവ് അലോൺ. കാരണം ഇനി എനിക്ക് ഒരു പക്ഷേ ജോലി ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് എൻ്റെ ഈ ആത്മസ്വത്വത്തിന് വേണ്ടിയുള്ള യാത്രകളൊക്കെ മാറ്റിവെച്ച് ചിലപ്പോൾ ജീവിച്ചാൽ എനിക്ക് സംതൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് നീ എന്നെ മനസ്സിലാക്കണം. ഒരു നല്ല ഉത്തമ ഭാര്യയാണെങ്കിൽ അത് മനസ്സിലാക്കും. അല്ല, ഭാര്യ പറയാണ് നിങ്ങൾ പോയി ഇവിടെ അരി മേടിക്കാൻ ആരാളുള്ളതെന്ന് ചോദിച്ചാൽ ആ ഭാര്യനെ വേണ്ടെന്നേ. അങ്ങയുടെ ആത്മീയ രീതികളെ മാറ്റിവെച്ചൊരു സാധാരണ മനുഷ്യനെ പോലും ചിന്തിച്ചാൽ അവൻ വില്ലനായില്ലേ ആ കുടുംബത്തിലെ? വില്ലനും ഹീറോയ്ക്ക് നിശ്ചയിക്കുന്ന സൊസൈറ്റി അല്ലേ? പക്ഷെ അവൻ്റെ ആത്മനിർവൃതിയെ എന്തുകൊണ്ട് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നില്ല? അവൻ്റെ ആ സീക്കിങ്ങിനെ എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്നില്ല? ഒരുപാട് പേര് ബന്ധനങ്ങളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇഷ്ടപ്പെടാത്ത ഭാര്യയാണെങ്കിൽ പറയുക അവളുടെ അടുത്ത്, എനിക്ക് നിന്നെ ഇഷ്ടമില്ല, എനിക്ക് നിൻ്റെ ഒപ്പം യോജിച്ചു പോകാൻ കഴിയില്ല. ഇനി എത്രയോ പേർക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ഒരു ഫാമിലി കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരുപാട് പാവങ്ങളുണ്ട്. അവരത് ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാവണം. എനിക്ക് സൊസൈറ്റിയിൽ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തു പോകാനുള്ള കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ട് ലെറ്റ് മീ ബി ഫ്രീ എന്ന് പറയാൻ പറ്റണം. എന്തിനാണ് ഈ സ്ട്രഗിൾ? എന്തിനാണ് ഈ ഡിപ്രഷൻ? എന്തിനാണ് ഈ സൂയിസൈഡ്? അപ്പോൾ ഒരു ആത്മീയ യാത്ര തുടങ്ങാൻ തീരുമാനിച്ച ഒരാൾ എല്ലാം വലിച്ചെറിഞ്ഞു പോകണം. സാക്രിഫൈസ് എന്ന് ഞാൻ പറയില്ല, ത്രോ എവ്രിതിങ് ആൻഡ് ഗോ അഹെഡ്. ആത്മീയത, ഭക്തി, ഇതിനെ എങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും? രണ്ട് രീതിയിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട് ഹ്യൂമൻ ബീങ്സിന്. ഒന്ന് ജ്ഞാനം, രണ്ട് ഇൻക്വിസിറ്റീവ്നെസ്, ക്വസ്റ്റ്യനിങ്. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ചിലർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകും. ചിലർ ഫെയ്ത്ത്, ഒരു വലിയൊരു ഈശ്വരനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ഫെയ്ത്ത്, ബിലീഫ് അങ്ങനെയൊക്കെയുള്ള തലങ്ങളിൽ പോകുന്ന ഹ്യൂമൻ ബ്രെയിൻ ഭക്തിമാർഗത്തിലൂടെയും, മറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് പഠിച്ചു പോകുന്ന ആളുകൾ എൻക്വയറിയുടെ ഭാഷയിലും യാത്ര ചെയ്യണം. അപ്പം ഭക്തി എന്ന് പറയുന്ന ഒരു വേ മാത്രമാണ്, അല്ലാതെ അത് ഒരു മഹത്തരമായിട്ടുള്ള സംഭവമൊന്നുമല്ല. ഒന്നിനെ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നു. ഇന്ന് ഒരു ആശയത്തെ കവിഞ്ഞ് ഭക്തിയിൽ വലിയ പ്രത്യേകതകളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഭക്തിമാർഗം സ്വീകരിക്കാം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇൻ്റലക്ച്വലായി ആത്മപ്രമാണങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാം. ഈ രണ്ട് രീതിയും നമുക്ക് മുന്നോട്ട് പോകാം. അൾട്ടിമേറ്റ്ലി ഇന്നർ ഫ്രീഡം ഡിക്ലെയർ ചെയ്യാനുള്ള ഗട്ട്സ് ഉണ്ടാവുക, ആ ഫ്രീഡത്തെ ജീവിക്കാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാവുക. ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാർ ഈ പണിക്ക് പോകണ്ട. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെയുണ്ട്. സിനിമാ തിയേറ്ററുണ്ട്, പബ്ബുണ്ട്, ബാറുണ്ട്, ഡിസ്കോ ബാറുണ്ട്, അനന്തമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് എലമെൻസുകൾ, ഇതൊക്കെ ആസ്വദിച്ച് ജീവിച്ചൂടെ? പക്ഷേ ഈ ഗട്ട്സ് ഉള്ളവർ മാത്രമേ പണിക്കിറങ്ങിയാൽ മതി. ഇത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും, അപ്പുറത്ത് ഭയപ്പെടുകയും ചെയ്യും. എന്നിട്ട് അവസാനം സ്പിരിച്വാലിറ്റിയിൽ അഭയം പ്രാപിച്ചിട്ട് ഏതെങ്കിലും ഗുരുവാശ്രമത്തിൽ പോവും, എക്സ്പ്ലോയിറ്റഡ് ആവും. അതിനൊന്നും നിൽക്കരുത്. ഒറ്റയ്ക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ മാത്രമേ പണിക്കിറങ്ങിയാൽ മതി. മഹാവീരനും ബുദ്ധനും നമ്മളൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദേ ഹാവ് ട്രെമൻഡസ് ഗട്ട്സ് ടു ഡിക്ലെയർ ഐ എം ഫ്രീ. അങ്ങനെ ഐ എം ഫ്രീ എന്ന് പറയാൻ ഗട്ട്സുള്ള എത്ര പേരുണ്ട് ഈ ലോകത്ത്? അതുകൊണ്ട് ചൂഷണം ചെയ്യപ്പെട്ട ഒരു സ്ഥലത്ത് പോയി കാഷായം വിട്ട് കണ്ണടച്ച് പത്മാസനത്തിലിരുന്ന് റിലാക്സ് ചെയ്യുന്ന ആ മെത്തേഡൊന്നും സ്പിരിച്വാലിറ്റിയുടെ എലമെൻറ്റുകളല്ല. പിന്നെ സൂക്ഷ്മ ശരീരങ്ങളുടെയും ലെയേഴ്സ് ഓഫ് ലൈഫുണ്ട്, അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ആർട്ടുണ്ട്. ആ ആർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ഈ സ്ഥൂലമായിട്ടുള്ള ഈ ലോകം വെറും മായയാണെന്നും ജീവിതത്തിൻ്റെ അനന്ത തലങ്ങൾ കിടക്കുന്നത് മറ്റ് ലെയറുകളിലാണെന്നുള്ള ആ മിസ്റ്ററി നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഒരു നല്ല സ്റ്റുഡൻറ്റ് ആത്മീയ ലോകത്തെ മിസ്റ്ററി പഠിക്കാൻ തീരുമാനിച്ചിറങ്ങിയാൽ അവൻ്റെ ലൈഫ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അത് സ്പിരിച്വൽ എന്നല്ല, അതൊരു ഒരു ഒരു ശിഷ്യൻ്റെ യാത്ര എന്ന് മാത്രമാണ് പറയാൻ. റിസർച്ച് അബൌട്ട് ദ ഹിഡൻ ലെയേഴ്സ് ഓഫ് ലൈഫ്. ഇപ്പം ഞാൻ എൻ്റെ ഭൈരവകല പ്രാക്ടീസ് ചെയ്തിരുന്ന കാലം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ ഭൈരവകലയിൽ മൂർത്തി സ്വരൂപങ്ങൾ എന്താണ് ഹ്യൂമൻ ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ഫ്രീക്വൻസി, അതിലൂടെ നമുക്ക് എങ്ങനെയാണ് ഈ നെർവസ് സിസ്റ്റത്തെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുക. അങ്ങനെ നമുക്ക് എനർജി തലങ്ങളിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ഒരുപാട് ചെയ്യാം. പക്ഷെ അത് എൻലൈറ്റൻമെൻ്റ് ആയിട്ട് ബന്ധമില്ല. എൻലൈറ്റൻമെൻറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ജേർണി.
അപ്പോൾ ഇവരൊക്കെ ഓഫർ ചെയ്യുന്ന എൻലൈറ്റൻമെൻ്റ് ആണ്. പക്ഷേ മൂർത്തി സ്വരൂപങ്ങളിലൂടെയുള്ള യാത്ര, ഡിഫറെൻ്റ് ആയിട്ടുള്ള താന്ത്രിക കലകൾ, ഇതിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകും.